മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്തോ പോലെ അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ ലജ്ജാതി വണ്ട്. അതോ 2-3 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ നശിക്കൂലേ? എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്കീടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മഹർഷിയൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളെ പേര്? സൗന്ദല. ആ സൗന്ദല. അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഞാൻ ഈ മോണ്ടയ്ക്ക് കുത്ത കുത്തിണ്ടില്ലേ? അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോനെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? ആ സുന്ദരേശ്വരൻ ഇതുവരെ എത്തിയില്ലേടാ? ഇല്ല മുതലാളി, അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക. എന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ്. കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറെന്ന് പറഞ്ഞേക്ക്. ആ കാരണം കൊണ്ടാ. നീയേ അത് തൂക്കി കൊടുത്തിട്ട് കുമാരോട് ഞാൻ വരണ്ടെന്ന് പറ. നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. പോട്ടെ, സാറിൽ ക്ഷമിച്ചാലും സോറി പറഞ്ഞൂടെ? കുമാര, നിന്നെ അന്വേഷിച്ച് മുതലാളി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണ്ടെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. ഇങ്ങടുതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലു, നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. അബ്ദുക്ക, ആരി കുമാരൻ. ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാഷുമാരാ, സ്ഥിരം പറ്റിയാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ, അല്ല രണ്ടാക്കും ചായ തന്നെയല്ലേ? അതെ, കടി ആവശ്യമുള്ള എന്താന്ന് ചേർത്തോളി, എന്നെ കാത്തിക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ബച്ചോപ്പ് നമ്മളതിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. 4 ചായ. ഇരിക്കി മോനെ, കടി എടുത്തോളിട്ടോ. ഈ നാടകം കാണുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്യാമ്പിലേക്ക് അല്ലേ ഞാൻ മോലാളി വിശേഷം മൈക്ക് ഓണാണ്ട. ഞാൻ മോലാളിയെ കണ്ട് ലീവ് എടുത്തേച്ചു വരാം. നിങ്ങൾ പൊയ്ക്കോ. സുന്ദരേശ വേഗം വന്നം. വിട്ടോ. എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല. ലീവ് ഒന്ന് നീട്ടി കിട്ടിയില്ല. എംബോക്കി, ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി, തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി മനസ്സിലാക്കി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകത്തിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും റേഷൻ കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര. വിശ്വംബര, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ളൊരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞതാണോടാ നീ ഇവിടെ വന്ന് അതിനും അളിഞ്ഞു നാറിയ റേഷനരി വാരുന്നത്? നീ ഇത്ര അതപ്പതിച്ചതാണ് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. പണി എടുക്കല്ല, വീടി പറഞ്ഞിട്ടാ പോന്നെ. സൗന്ദര വന്നേ, നമ്മളെ സൗന്ദര വന്നേ, പാപ്പച്ച സൗന്ദര വന്നേ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പീടി, സൗന്ദരയ്ക്ക് അമ്മ ആപ്പിള് വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദര, ഞാൻ കാത്തിരിക്കേ മോളെ. നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. മോള് ഇവിടെ കുത്തിരി, അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി. ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ.
ആപ്പിള് നമുക്ക് വാങ്ങിക്കട്ടെ. അയ്യോ ചായ വേണ്ട, ശവു പാലേ കുടിക്കത്തുള്ളൂ. 2 ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട 3 ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാൽ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ, ഇത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവനിട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ അയ്യേ പതാ 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 പതാ. ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്കേ. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ എന്റെ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മോളെ ചായപ്പൊടി നമ്മളതാ. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല എന്ന് പേർക്കുണ്ട്. ആ ബോർഡ് വിലയൊക്കെ നോക്കിയാനി അത് വൈറ്റ് വാഷ് ചെയ്തൊന്നല്ല, ഈറ്റകളും നക്ക കണക്കെഴുതി വെച്ചാണ് ഞാനേ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളായിട്ട് സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി. പാലെടുത്ത് കുടിക്കേ. ഏടാ കുമാര വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് 2 പയർത്ത് കൊടുക്കേ. നിങ്ങൾ പോയിക്കോ, എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോണം. മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ വാങ്ങാനല്ലേ? ഓടി ഏതാ തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ 1 മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവളോ? അതിനുള്ള ധൈര്യം വെക്കുണ്ടെങ്കിൽ കാക്ക മലന്ന് വെറുക്കും. അയ്യോ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ട നീ. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര കള്ള സൗന്ദര്യ പയം കൊടുക്കാൻ വേണ്ടി ഈ എന്നെ നിന്നാണ് നമുക്ക്. അതും 2 പയർക്കാൻ വേണ്ടി എടുത്താ പിന്നെ കൊല ഇങ്ങോട്ട് എടുത്തോളാം. പോട് ഞാൻ എടുത്ത് കൊടുത്തോളാം. മോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയണത്. ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. അതിന്റെ അടിയിലൊരു പൊതിയുണ്ട്, റേഷനരി അടിച്ചു വാരിയതാ കോഴിക്ക് കൊടുക്കാൻ. ആ പൊടി വാറ്റി കളഞ്ഞാൽ വേണമെങ്കിൽ കഞ്ഞിയും വെക്കാം. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മനുഷ്യർ കേൾക്കട്ടെടി കേൾക്കട്ടെ. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കി കളയാത്തത് കൊണ്ടാ ഞാൻ ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത്. പിന്നെ പഞ്ചസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം. ഒക്കോ ഈ മണ്ണെണ്ണ പാത്രം ഇങ്ങനെ തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ? അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ട് എടുത്ത് മൂടി വെക്ക്. ചെല്ലേ എവിടെ പോയി കിടക്കും സത്ത് കെട്ടത്? പാപ്പച്ചനാണോടെ? അല്ല വിശ്വംഭരനാ. ആ എന്റെ പശുവിനെ കണ്ടോ നീ? പാപ്പച്ച രാവിലെ കൊണ്ടുപോയതാ. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല, പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം വഴിയിട്ട് കവല കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്നവന്റെ മുട്ടുകാലി തല്ലൊടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? അതുകൊണ്ട് ഇന്നിവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച ഒരു പ്രശ്നവും ഇനി നമ്മളെ പറയാൻ താമസിക്കുന്നേ. അതെന്താ? എന്റെ ഖദീജ കുട്ടി പ്രസവിക്കാൻ പോവല്ലേ? കാമഡി. ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ചെന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. അതെന്താ സുന്ദര? അമ്മ മരിച്ചുപോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവിടെ താമസ സൗകര്യം നോക്കുന്ന ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ അവിടെ സൗകര്യം കുറവാണേ. ഉള്ള സൗകര്യം മതിയോ? അയ്യോ അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല, നാടകക്കാരി. ചിലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച് അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണ കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏതാടാ അവള്? ഹീറോനി. ആര്? ഹീറോനി. അതാണ് നിന്റെ പേര്? ഇവളെ കണ്ടിട്ടൊരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയ കാലം നീ അഴിഞ്ഞാടിയ നിന്റെ മുട്ടി ഞാൻ പിടിക്കുക. കയറ് പിടിക്കടാ, നടക്കണ വീട്ടിൽ. കുമാര, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണം. ഈ പശുവിന്റെ കാലിന്
ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ ഊള ഡയലോഗ് വിഴുങ്ങുന്നു. ഒറ്റ ചവിട്ടോട്ടി എവിടെയാണ് ഞാൻ ഡയലോഗ് നീ കംപ്ലീറ്റ് തെറ്റിച്ച് ഇന്നിപ്പോ ദുഷന്ത ഞാനായിരുന്നെങ്കിൽ നാടകം കലക്കിയേനെ. നീ രണ്ടെണ്ണം കൂടി മറ്റേടത്ത് വർത്താൻ നിർത്തറ. അച്ഛൻ ഇതിന് ആവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്നേ. അതെ, ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി. ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്തതാണ് മകനെ. അതെന്താ നാഷണൽ ഹൈവേ? മന്ത്രി അച്ഛനാണ് ഇതിന്റെ പിന്നിലല്ലേ? പാപ്പച്ചനാ. ഭക്ഷണത്തോട് പാപ്പച്ചൻ. അവാർഡിന്റെ കാര്യം. ഓ നമസ്കാരം. എന്താ മോന്റെ പേര്? കുമാരൻ. എടുക്കൻ. സാറിന് വിരോധമില്ലെങ്കിൽ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ. ഓ പിന്നെന്താ, ഫോട്ടോഗ്രാഫർ അല്ലേ നമ്മുടെ കൂടെ? അതാ ഞാനും പറഞ്ഞേ. അയ്യോ പാപ്പൻചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്. എന്റെയോ? നോക്കിയേ, മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? എന്നാ ഇതെന്തിനാ എനിക്ക്? ഉണ്ട് തേച്ചോടാ. ഇതെന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും. പൊക്കോ. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെയല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരെ തന്നെ. അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടണ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തമെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടിയില്ല. എന്നെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. ഏയ്, പാപ്പച്ചൻ പാവാടാ. ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ? എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം? കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. സുന്ദര വീഴും. താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ? ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. സുന്ദര നീ മിണ്ടരുത്, മിണ്ടരുത്. സുന്ദരശ വീട്ടു പോ. എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ. കള്ളടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. വീട്ടിൽ പോടാ, വീട്ടിൽ പോ. പത്രത്തിൽ ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിറ്റ കാര്യം ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയാൻ പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേൾക്കും. ജവൻ കലാകാരനാ. കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവന്മാരുടെ അടുത്തെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ. പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീഴ്ച പോടാങ്ങട്. സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. എന്ത് ചെയ്യാം, ഇറക്കാൻ കാശ് വേണ്ടേ? എടാ, എനിക്ക് നായകവേഷം തരുന്നുണ്ടെങ്കിൽ ഈ ചായക്കൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങാൻ സമ്മതിച്ച ആളല്ലേ ഞാൻ. ചതിക്കല്ലേ അബ്ദുക്ക, നിങ്ങൾ ഈ ചായക്കട വിറ്റാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും. ആരുടെ മയ്യത്തായി? ഇന്നത്തെ പേപ്പറാണ്, പുതിയ ന്യൂസ് ഉണ്ട്. ഫാദർ വട്ടക്കുഴി എല്ലാവരും പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഫാദർ പുതിയ നാളെ തുടങ്ങി. അസ്തനിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ സർപ്പസന്തതികളെ, വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും
ഫാദർ വട്ടക്കുഴി. പാപ്പച്ചൻ വരുന്നത് സംവിധാനം ചെയ്ത് തന്നാ മതി. വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു, അടി അടി അടി, നിന്റെ ചാട്ടുവാറുകൾക്ക് വിശ്രമം കൊടുക്കാതെ അടി. മനുഷ്യനെ കൊണ്ട് ചവിട്ടിമതിക്കുന്ന ദുഷ്ടസന്തതി, നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി. കലക്കി വെച്ചോ. പാപ്പച്ചനെഴുതിയ നാടകത്തിനേക്കാളും ഉഗ്ര നാടകം. അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം. എന്താ? അല്ല, ഇവനാവുമ്പോ കുരിശിന് പകരം 2 ഈർക്കിന് വെച്ച് കെട്ടിയാ മതിയല്ലോ. ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ. അല്ല, അതൊക്കെ കണ്ടില്ലല്ലോ. അച്ഛൻ ട്രൂപ്പ് തുടങ്ങി അറിഞ്ഞപ്പോഴേ നായിക ബുക്ക് ചെയ്യാൻ പോയിരിക്കുക. ഓഹോ. ആ, ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു. വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു. തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. അല്ലാതെ നിന്റെ അപ്പൻ എന്താ അല്ലേടാ, ഞങ്ങൾ ആളറിയാതെ ഇവിടെ കള്ള റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും. എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഒന്ന് പോയടാ, പോയേ പോടാ അവിടുന്ന്. വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞി കൂട്ടാൻ. ഇത് ടർപ്പന്റ് കളിക്കുന്നു. 3 നേരം കഴിച്ചാ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും. ഡ്യൂട്ടി ആ സമയം. എന്താടത്? ആ, ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് അബ്ദുക്ക പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ. ഇടവും വലവും. ഉറപ്പേ, ഇത് നിങ്ങളുടെ വഴയാണോ? അതെല്ലോ. ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ? ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനായിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടോ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ, ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഓക്കെ, ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ? എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ? എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ? ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ട് ഇന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ. മിണ്ടലട പന്നി. സാറേ, ഒരു ചായ കുടിച്ചിട്ടോ? അവര് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നുമില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ? ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങാനും അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛനെങ്ങനെ പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ. ഓടിക്കോ ഓടിക്കോ. നമ്മള് പാപ്പച്ചനാണല്ലോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്തു പറ്റിയടാ? പാപ്പച്ച, എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനും ചെയ്തില്ല. മോനെ,
എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. എനിക്കൊന്നും മനസ്സിലായി. നിങ്ങളാരും ചോദിക്കും എന്ത് പാപ്പച്ച എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ എന്റെ ഈശ്വര, വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ പിടിക്കവിടെ. കരയണ്ടാട്ടാ, ശരിയാക്കി തരാം. കാണി. എന്താ ചെയ്യാ? എന്റെ സൗണ്ട് ശരിയായി. അമ്മേ വളരെ വേറെ